ഗായ്സ്, നമ്മൾ ബീച്ച് പോയിന്റ് ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ കാണുക, ഫുൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോർട്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയാൽ ബീച്ചിലേക്കാണ് പോകുന്നത്. അഖില ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 വണ്ടികളിലായിട്ടാണ് പോയത്, കാരണം സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അഖില ചേച്ചിയും വല്യമ്മയും ഞങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ പാറയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മളപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കുറേ ഡാൻസൊക്കെ കളിച്ച് ഞാൻ എന്നിട്ട് പറയുമ്പോൾ കൂടെ ചാടി ചാടി അപ്പുറത്തേക്ക് എത്തിയിട്ടാണ്. എന്നിട്ട് കുറേ സുഭാഷേ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു. സ്കൂളിൽ നിന്ന് നേരിട്ട് നമ്മൾ ബീച്ചിലോട്ട് വന്നതുകൊണ്ട് യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാൻറ്റൊക്കെ കയറ്റി വെച്ച് എനിക്ക് വലിച്ചെറിഞ്ഞ് ഓടാനാണ് ഗൈസ് തോന്നിയത്. നല്ലൊരു ഡ്രസ്സ് ഇട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ സുഖമായിട്ട് കളിക്കുമായിരുന്നു. ഒരു വിധം എന്നിട്ട് മടക്കൊക്കെ വെച്ച് ധ്യാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നേരെ നിൽക്കണില്ല ഗൈസ് ഒരു സ്ഥലത്ത്. ഞാൻ പിന്നെ അഖില ചേച്ചീനെ കയ്യെ പിടിച്ചിറക്കി. എന്നിട്ട് ഞങ്ങൾ അവിടെ താഴെ പോയിട്ട് കടലിൽ നിന്ന് ഞങ്ങൾ കാലൊക്കെ നനച്ച് സീനായിരുന്നു. കടൽ നല്ല കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. വലിയച്ഛ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ വലിയച്ഛനെ കളിയാക്കി, കാരണം കുറച്ചൊക്കെ വയസ്സായിട്ട് നിന്നിട്ട് പാറയും കൂടെ കഷ്ടപ്പെട്ടൊക്കെ ഇറങ്ങി വന്ന്. അപ്പോൾ ഞങ്ങൾ സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കളിയാക്കി. ധ്യാനം പിന്നെ അവിടെയും കരാട്ടനെ വിട്ടിട്ട് ഒരു കളിയുമില്ല. അപ്പോഴും ഞാൻ ഈ കടലമ്മ കള്ളിന്ന് പറഞ്ഞിട്ട് പകുതി ആയില്ല അപ്പോത്തിനും വന്ന് മായ്ക്കുകയാണ് ചെയ്തത്. ഞാൻ എന്താട്ടാനാ ഗൈസ്, അത്രയ്ക്ക് വിരോധമാണെന്ന് തോന്നുന്നു. പിന്നെ കടലിൽ കുറേ കളിച്ചു. കുറേ നാളുകൾക്ക് കിട്ടണ ഒരു ഇതല്ലേ, നമുക്ക് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടണതല്ലേ. നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ വെള്ളം പേടിയുണ്ട്. എന്നിട്ട് നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഇറക്കി. പിന്നെ കയറാനായിരുന്നു ബുദ്ധിമുട്ട്. നല്ല കളിച്ചിട്ടോ. പിന്നെ അവിടെ ഫോട്ടോ സെക്ഷനായിരുന്നു. വല്യച്ഛനും വല്യമ്മയും ഫോട്ടോ സെക്ഷൻ. മിന്നു ചേച്ചിയാട്ടോ ഫോട്ടോ ഒക്കെ എടുത്തെടുത്തത്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് കുറേ നേരം അവിടെ അങ്ങനെ ടൈം അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ കടലിൽ നിന്നൊക്കെ കയറി ഇപ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചിക്ക് ഷോക്സൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഷോക്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോവാൻ. അപ്പോൾ ഈ കലബില ഇതന്നെ വർത്തമാനം പറയലിൻ്റെ ഒരു പൂരായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറേ വർത്താനം പറയാനുണ്ടായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എവിടേക്കോ എത്തി. പിന്നെ ഞാൻ അങ്ങനെ കുറേ കളിയാക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞിട്ട്. അവരെ അഖില ചേച്ചീനെയും മിനി ചേച്ചീനെയും ഞാൻ കുറേ കളിയാക്കുന്നുണ്ട്. ബാക്കിലപ്പോൾ ഇങ്ങനെ മഴക്കാറ് ഇങ്ങനെ വരുന്നുണ്ട് ഗൈസ്. നല്ല മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഷോക്സൊക്കെ ഇട്ടിട്ട് പോവാന്നുകൊണ്ട് തീരുമാനിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ അടുത്തൊരു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല വൈബുള്ള കടയാട്ടോ. അവിടെ അടുത്തായിട്ട് ഒരു ടീ ഷോപ്പ് പോലെയും അതുപോലെ പല ടൈപ്പ് മെനു കാർഡ് കണ്ട് തല കറങ്ങി വീണ് ഗൈസ്. പല ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളിച്ചൻ അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു. നമ്മൾ പിന്നെ അവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. മെനു കാർഡ് ധ്യാനം അരിച്ച് പെറുക്കുന്നുണ്ട് എന്താ മേടിക്കുക എന്നുള്ളതിൽ. ഞാനും അഖില ചേച്ചിയും ധ്യാനും ബൂസ്റ്റാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊരു മൈക്രോണിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ പരിപ്പ് വട, നല്ല ചിക്കൻ മക്രോണി ആക്കി. സൂപ്പറായിരുന്നു. ഉണ്ണിയാൽ ബീച്ചിൽ വരുന്നവർ ഈ കടയിൽ കയറി ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മക്രോണി വന്നു. സാധനം കാണുമ്പോൾ തന്നെ വായന്ന് ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. എല്ലാവർക്കും അടിപൊളി അഭിപ്രായമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും കഴിച്ചു. അഖില ചേച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല ഗൈസ്. അപ്പം ഞാനും മിനി ചേച്ചിയും കൂടിയാണ് അത് കഴിച്ച് തീർത്തത്. അഖില ചേച്ചി ഭയങ്കര ഹെൽത്തി കുട്ടിയാണ്. ധ്യാന് പിന്നെ വലിയമ്മ അമ്മ അവരൊക്കെ പരിപ്പ് വടയും പാൽച്ചായയാണ് കുടിച്ചത്. നല്ല രസമായിരുന്നു. പിന്നെ നമ്മളാണത് ഫുള്ള് കഴിച്ച് തീർത്തത്. അഖില ചേച്ചി പിന്നെ ഇങ്ങനെയുള്ള വക സാധനങ്ങൾ തിന്നും കൂടില്ലേ. ധ്യാൻ്റെ കയ്യിൽ ഒരു പരിപ്പ് വട കൊടുത്ത് അവിടെ ഇരിക്കുക, ആൾ അവിടെ ഇരുന്നോളും. പിന്നെ അവിടെ നിന്ന് നിൽക്കൂല. അത് തിന്ന് പതുക്കെ തിന്ന് വരുള്ളൂ. ഇതിങ്ങനെ കടിക്കണമുണ്ട്, ഓരോന്ന് പറയണമുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ തിന്ന് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു നമ്മൾ ഈ കാഴ്ച കാണാൻ നിൽക്കുന്ന സ്ഥലം പോലെ ഇല്ലേ, അത് അവിടെ നിന്ന് ഫുൾ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്. കടലിൻ്റെ ആ തല വരെ കാണാൻ പറ്റും കേട്ടോ.
നമ്മളെ പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം കയറി നിന്ന് ഞാൻ പിന്നെ കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടാണ്. അതൊന്നും ഇതിൽ ഇടാൻ പറ്റിയില്ല. ഇതൊക്കെ അവിടെയുള്ള സ്പേസാണ്. നല്ല രസമാണ് കേട്ടോ ഈ ഹോട്ടൽ. സീനായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ടാറ്റ ബൈ ഗൈസ് നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് പോവുകയാണ്. ഞാനും അഖില ചേച്ചി, മിന്നു ചേച്ചി ഞങ്ങളൊക്കെ ഓട്ടോയിൽ, അച്ഛനും അമ്മയൊക്കെ ബൈക്കിലാണ് പോയത്. നമ്മൾ പിന്നെ പരിയാരത്ത് കൂടെ തന്നെയാണ് പോണത്. കാരണം അച്ഛമ്മേനെ ഒന്ന് കാണണം. പിന്നെ അവർക്ക് നേരിട്ട് തിരൂർക്ക് തന്നെയാണ് പോകേണ്ടത്. അഖില ചേച്ചിനെ നമുക്ക് ട്രെയിന് കയറ്റി അയക്കണം. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പറക്കുന്തളിക്ക് വിടണ പോലെ വിട്ടുവിട്ടാ. പിന്നെ അവിടെ എത്തി. നമ്മൾ ഒരു വിധം അവിടെ എത്തി. അഖില ചേച്ചി എത്തുമ്പോൾ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കെട്ടിപ്പിടിച്ചും സ്നേഹപ്രകടനവും അതൊരു കഥ. പിന്നെ നമ്മൾ അപ്പുട്ടാട്ടയൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് അപ്പുട്ടാട്ട വന്നിരുന്നു. പിന്നെ വർത്താനം പറഞ്ഞതന്നെ ഉള്ളൂ എല്ലാവർക്കും. ഞാൻ നമ്മളെ വീട്ടിൽ സ്ഥിരക്കാരനാട്ടോ. നമ്മൾ വളർത്തുന്നൊന്നുമല്ല, എവിടുന്നോ വന്നതാണ്. ബട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലത്തെ ഒരംഗത്തിനെ പോലെയാണ്. വെല്ലിച്ച കുറേ അഖില ചേച്ചിക്ക് ഈ നായനൊക്കെ പരിചയപ്പെടുത്തി ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അച്ഛനും വെല്ലിച്ചൻ അവിടെ കാര്യമായിട്ടുള്ള വർത്താനം പറയുന്നു. ഞാനവിടെ എനിക്ക് ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ കൂടെ ആയിട്ട് താങ്ങാൻ പറ്റില്ല. എപ്പോഴാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ നിൽക്കാൻ അറിയില്ല. അഖില ചേച്ചി പിന്നെ അച്ഛമ്മേനോട് ഇങ്ങനെ കുറേ വർത്താനം പറയുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം കാണുന്നതല്ലേ. അപ്പോൾ അവിടെ അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു. അവർ അഖില ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവരും എക്സൈറ്റഡ് ആയിപ്പോയി. പിന്നെ കുറേ വർത്താനം അവരും പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ അവർ പോയി. നമുക്ക് പിന്നെ പോകാനുള്ള സമയവുമായി. നമുക്ക് പിന്നെ പ്രവിട്ടാട്ട വിളിച്ചിരുന്നു ഗൈസ്. പ്രവിട്ടാട്ട വിളിച്ച്. അപ്പോൾ പ്രവിട്ടാട്ട ഈ എന്നിട്ട് വിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അഖില ചേച്ചിനായിട്ട് പ്രവിട്ടാട്ടയും കുറേ വർത്താനം പറഞ്ഞ്. പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും കൊണ്ടും ഭയങ്കര സ്നേഹപ്രകടനം നടത്തി. സങ്കടമൊക്കെ വന്നു ഗൈസ്. ഞാൻ കരഞ്ഞ എന്തോ ഭാഗ്യത്തിന്. എന്നിട്ട് നമ്മൾ ഹൈഫൈ ഒക്കെ കൊടുത്ത് ബായ് പറഞ്ഞിട്ട് അവരെ വണ്ടി കയറ്റി വിടുകയാണ്. ചെറിയൊരു സങ്കടം ഉണ്ട്. എന്നാലും നമ്മളെ വീട്ടിലത്തെ ഒരാളാവാൻ പോണ ആളല്ലേ. അപ്പം അഖില ചേച്ചി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എപ്പോഴും ഉണ്ടാവുക. നമ്മളെല്ലാ വീഡിയോസും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുവരെ എല്ലാവർക്കും ബൈ.